കാരക്കയില്ല. മൂന്നാമത്തെ 10ാമത്തെ നോമ്പെടുത്തുകൊണ്ട് ഹബീബായ റസൂലുള്ള കാരക്കയുടെ കീറെടുത്തുകൊണ്ട് ചവച്ചുകൊണ്ട് ഇരിക്കുമ്പോ തന്റെ സഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങിയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആകാശഭൂമിന്റെ ഇടയിലുള്ള വിശാലത സ്വർഗത്തിലേക്കുണ്ടെന്ന് ആയത്തിറങ്ങിയപ്പോ തന്റെ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതി കേൾപ്പിച്ചപ്പോ ആ സഹാബത്ത് ഉടുതുണിക്ക് മറുതുണിയില്ല, വിശന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ സഹാബത്തതാ ഉടക്കക്കാരക്ക തന്റെ വായിൽ നിന്നും വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, നബിയെ, എന്തിനാണ് ഈ ഉണക്കക്കാരക തിന്നുകൊണ്ട് ഞങ്ങളെ സമയം കളയുന്നത് നബിയെ? അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഈ ഉണക്കക്കാരൊക്കെ നിന്ന് ഞങ്ങളെ സമയം കളയുന്നത് നബിയെ? അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് നബിയെ. തന്റെ സഹാബത്ത് പ്രിയമുള്ളവരെ റസൂലുള്ളാഹിനോട് പറയാം. അങ്ങനെ ആ സഹാബത്തിനെ കൂടി റസൂലുള്ള ഇറങ്ങുകയാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ അന്നേരം ബദർകൊടി മുണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമദാ പിൻരണ്ടും അസ്വദ് മാമേ സദദ കുടൈ കോൽ പൊങ്ങും തിരുകരമാണ്ടാനേ തദിദ നബീതൻ തോളർ മിസ്ഹബിലിന്ദാർ അവരത് തണை പിടിത്താറ്റൽ മുമ്പിലണിയായേ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് പറയാ, സഹാബത്തെ, നമ്മളൊക്കെ പട്ടിണിയാ. അതുകൊണ്ട് ആകാശഭൂമിന്റെ ഇടയിൽ എത്ര വിശാലത ഉണ്ടോ അത്ര വീതിയും വിശാലതയും സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, എന്തിനാ പിന്നെ നമ്മൾ ഈ ഉണക്കക്കാരൊക്കെ തിന്നത്? അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലുണ്ട് നബിയെ. അങ്ങനെ ആ സഹാബത്തിനെ കൂട്ടിയിട്ട് റസൂലുള്ള നബി ഖറജ നേരം ബദർകൊടി മുണ്ടെണ്ണം അതിലുണ്ട്. അഥവാ 3 കൊടി പിടിച്ചിട്ടാണ് റസൂലുള്ള ഇറങ്ങിയത്. മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ പറയട്ടെ, അബിയൽ വർണ്ണമദാ പിൻരണ്ടും അസ്വദ് മാമേ. ആദ്യത്തെ കൊടി അത് കറുത്ത കൊടി, പിന്നെ കൊടുത്തത് വെളുത്ത കൊടി, പിന്നെ കൊടുത്തത് കറുത്ത കൊടി. അങ്ങനെ 2 കറുപ്പും ഒരു വെള്ളക്കൊടിയുമായിട്ടാണ് സഹാബത്ത് പ്രിയമുള്ളവരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത്. അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നോക്കണം, ആയിരക്കണക്കിന് ശത്രു സമൂഹം, അവർക്കാണെങ്കിൽ കുടിക്കാനും ഭക്ഷിക്കാനും എന്നല്ല എല്ലാവിധ സൗകര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. എന്നാൽ സഹാബത്തിന്റെ കയ്യിൽ എന്താ? ഒന്നുമില്ല. അങ്ങനത്തെ സഹാബത്ത് പ്രിയമുള്ളവരെ